ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി ജസ്റ്റിൻ പാലത്തറ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജസ്റ്റിൻ പാലത്തറ, സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ നിന്നുമൊക്കെ വിപരീതമായി സ്വർണ്ണ വ്യാപാരികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി, പ്രത്യേകിച്ച് ഈ നോർത്ത് കേരള, അതായത് വടക്കൻ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വളരെ ക്രൂരതകൾ എന്ന് തന്നെ പറയേണ്ടി വരും സ്വർണ്ണ വ്യാപാരികൾ തുടർച്ചയായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ഉണ്ടായ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ബൈക്കിൽ പിന്തുടർന്ന് അവരെ ആക്രമിച്ച് സ്വർണം കവരുക, പ്രത്യേകിച്ച് ജ്വല്ലറി ഉടമകളെ. എങ്ങനെ ഈ സംഭവത്തെ നോക്കിക്കാണുന്നു? അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങള് നമ്മള് കച്ചവടക്കാര് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. കാരണം ഇതിനെ പിന്തുടരാനുള്ള ഒരു അവസ്ഥകള് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പലപ്പോഴും ഇത് വളരെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകേണ്ട ഒരു കാരണമാണ്. കാരണം ഇത് സ്ഥിരമായിട്ട് പോകുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു നടപടികൾ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അത് ആ രീതിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ അങ്ങനെ നോക്കിക്കാണാൻ നമുക്ക് പറ്റൂ. പിന്നെ സ്വർണ്ണ വിലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ യുക്രൈൻ റഷ്യൻ വാറ്, അതുപോലെ തന്നെ നമ്മുടെ ഇസ്രായേൽ ഹമാസ് വാറ്, ഇത് രൂക്ഷമാകുന്നത് കൊണ്ട് സ്വർണ്ണവില ഒരിക്കലും താഴാൻ സാഹചര്യം കാണുന്നില്ല. പക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പൊ ട്രംപ് പുതിയതായി വന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങള് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് ആകാൻ പോകുന്നു എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഈ സ്വർണ്ണവില പഴയ പോലെ ഈ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ അത് ഈ സ്വർണ്ണ കടത്തുകാരെ വല്ലാതെ ബാധിക്കുന്നു എന്ന് നമ്മൾ പല ചർച്ചകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വർണം ഈ പുറം രാജ്യങ്ങളിൽ നിന്നും ഇങ്ങ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കൊണ്ടാണോ കേരളത്തിൽ ഇത്തരം സ്വർണ്ണ കവർച്ചകൾ നടക്കുന്നത്? അല്ല 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 അതുകൊണ്ടല്ല. ഈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കള്ളക്കടത്തിന് നേരത്തെ 15% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് 6% കുറച്ചപ്പോൾ ഗണ്യമായും ഇങ്ങോട്ടുള്ള കള്ളക്കടത്ത് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. മുഴുവനായും മാറിയിട്ടില്ല. ഞങ്ങളുടെ ഗോൾഡ് മെർച്ചന്റ്സ് അസോസിയേഷനെ സംബന്ധിച്ചോളം ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിലും കൊടുത്തിരുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി ഒരു 1%, 2% ആക്കിയാൽ ഈ കള്ളക്കടത്ത് പൂർണ്ണമായും നിൽക്കും. കാരണം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി 1% ഉള്ളായിരുന്നു. അന്ന് ഈ കള്ളക്കടത്തേ ഇല്ലായിരുന്നു. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചാൽ സ്വാഭാവികമായും കള്ളക്കടത്ത് നടത്താനുള്ള ആ ഒരു ട്രെൻഡ് അങ്ങനെ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം ഇല്ലാതാവും. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിലവിൽ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ അസോസിയേഷൻ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കേണ്ട ആവശ്യമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് കടക്കാരനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിയമ നടപടികളിലേക്ക് നീങ്ങുവാനുള്ള സർവ്വ പരിപാടികളും നമ്മൾ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഈ ഒരു മാഫിയ സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് സംശയമുണ്ടല്ലോ. അപ്പൊ അന്വേഷണം കൃത്യമായ ശരിയായ ദിശയിലാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? അത് ഈ പറഞ്ഞ കണക്ക് പോലീസിന്റെ ഒരു നിസ്വാർത്ഥമായ അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഇടപെടലുകൾ ഇതിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരള പോലീസിനെ സംബന്ധിച്ചോളം ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അവരെ സംബന്ധിച്ചോളം സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമുക്കുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പോലീസ് സേന വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടുപിടിക്കാൻ ശ്രദ്ധാലുവാണ്. അവർ ശ്രമിച്ചാൽ ഇത് തീർച്ചയായിട്ടും നടക്കും. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി ഇപ്പോൾ ഈ കാറിൽ പിന്തുടർന്ന സംഘത്തെ പിടിച്ചു. അത് അവരാണല്ലോ പ്രതികളായി നമ്മൾ പറയാം. അവരെ പിടിച്ചെന്നാൽ പോലും ഈ കേരളത്തിൽ ഉടനീളം അല്ലെങ്കിൽ അതിൽ അപ്പുറത്തേക്ക് ഒരു ശൃംഖല, ഒരു വലിയൊരു മാഫിയ, ഒരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതിൽ തടയിടാനുള്ള തരത്തിലൊരു അന്വേഷണത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ പോകാൻ അങ്ങനെ വേണം പോകാൻ. അത് കാരണം പിടിച്ചവരെ കൊണ്ട് മാത്രമല്ല, ഇത് എവിടെ പോയിരിക്കുന്നു, എങ്ങനെയാണ് ഇത് റൂട്ട് ചെയ്യുന്നുള്ളത് അവര് ശരിക്കും പരിശോധിച്ച പരിശ്രമങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും സാധിക്കും. എന്താണ് ഇനി ഒരു മാർഗം? കാരണം ഈ ഇത്തരം ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. രാത്രി കടയടച്ച് പോകുമ്പോൾ ഭയപ്പാടോടുകൂടി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒരു അടിയന്തരമായി എന്ത് വേണമെന്നാണ് പറയുന്നത് അസോസിയേഷൻ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്.
എന്താണ് രാത്രി കാലങ്ങളിൽ സ്ഥിരമായി ഇങ്ങനെ പോകുന്നതായി അറിയാവുന്ന വ്യക്തികൾ ആണ് ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ചെയ്യുന്നവർ വേറെ ഭാഗത്തായിരിക്കാം, പക്ഷെ അതിനുള്ള ലോക്കലായിട്ടുള്ള ഏജൻസ് പലയിടത്തും പല സൗകര്യങ്ങളിലും ഉണ്ട്. സ്ഥിരമായി ഇന്നയാള് ഇന്ന സാധനം കൊണ്ട് പോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ നമ്മുടെ കടക്കാരും ഈ കാര്യത്തിൽ ഞങ്ങൾ കുറ്റം പറയുന്നതല്ല, കടക്കാരും ഈ കാര്യത്തിൽ കുറെ ശ്രദ്ധ എടുത്തേണ്ടതാണ്. ഈ സമയമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ CCTV, ഈ വാഹനത്തിലൊക്കെ CCTV വെക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ഇതിന് തടയിടാൻ കഴിയും തോന്നുന്നുണ്ടോ? കഴിയും, തീർച്ചയായിട്ടും കഴിയും. അങ്ങനെ വെച്ചാലും കുറെയൊക്കെ. പക്ഷെ ഇതൊന്നും ഒരു യഥാർത്ഥമായി അല്ലെങ്കിൽ കാര്യമായ ഈ CCTV കടകളിൽ വെച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും പ്രയോജനകരമാണ്. അതുമായി ഇവരെ പിടിക്കപ്പെടുകയും ഇനി ആ ശരിയായ രീതിയിൽ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇത് പൂർണ്ണമായിട്ടും പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ ജസ്റ്റിൻ പാലത്തറ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും കോഴിക്കോട് വലിയ സ്വർണ്ണ കവർച്ച വീണ്ടും നടന്നിരിക്കുകയാണ്. കടയടച്ചു പോയ ജ്വല്ലറി ഉടമയെ, സ്വർണ്ണ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി, കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി കാറിലെത്തിയ ഒരു സംഘമാണ് കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരിയായ ബൈജുവിൽ നിന്നും 2.5 കിലോയോളം സ്വർണം കവർന്നത്. രാത്രി 11 മണിയോടെയാണ് കാറിലെത്തിയ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തി ബൈജുവിനെ ആക്രമിച്ച് സ്വർണം കവർന്നത്. മുഖംമൂടി ധരിക്കാതെ എത്തിയവർ എന്നാണ് ബൈജു നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.